Good morning. Good morning, teacher. Good morning. Take your math textbook and notebook. Good morning. Take your math textbook and notebook. Page number പറഞ്ഞുതരാം. മിസ് ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തോട്ടെ എന്ന്. എല്ലാരും ഫോട്ടോ ഒക്കെ റെഡി ആയി നിന്നോ? എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ഒരു പ്രാവശ്യം മാത്രം ട്ടോ. ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തോ. ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്തത്? ടൈം അല്ലേ? ഇപ്പൊ ടൈം എത്രയായി ഒന്ന് പറയാമോ? 11:32. 11:30 അല്ലേ? 11:32 ആയി. 11:30 പറയൂ അല്ലേ വീട്ടിൽ നിന്നൊക്കെ? 11:30. സമയം നോക്കാൻ അറിയോ നിങ്ങൾക്ക്? എല്ലാവർക്കും അറിയും. അപ്പൊ മിസ് ഇതാ മിസ് ഒരു ക്ലോക്ക് കാണിച്ചു തരാം. കണ്ടോ നിങ്ങളെ? കണ്ടു. കണ്ടോ? ടൈം പഠിപ്പിക്കാൻ വേണ്ടി ക്ലോക്ക് കണ്ടോ നിങ്ങൾ? മിസ്സിന്റെ കയ്യിലോട്ട് ക്ലോക്ക് കണ്ടോ? കണ്ടു അല്ലേ? എല്ലാവരും കണ്ടോ? യെസ്. ഇതാ മിസ് പറയുന്നത് ശ്രദ്ധിച്ചോ. ഇതിലിപ്പോ എത്ര ടൈം ആയിന്ന് പറയാൻ പറ്റും? ഇതിലടാ മിസ് കാണിച്ചിരുന്ന കണ്ടോ? 6:10. യെസ്. ഇപ്പൊ എത്ര ടൈം? 6 o'clock. എന്താ പറയണ്ടേ? 6 o'clock. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കോ. മിസ് പറയുന്നത് ശ്രദ്ധിച്ചോ. ദാ നെക്സ്റ്റ് മിസ് ഇങ്ങനെ 1ലേക്ക് ഒരു സൂചി ഇങ്ങനെ വിട്ട് കഴിഞ്ഞു. ഇപ്പൊ 1ലെത്തിയൊരു സൂചി അല്ലേ? ലോങ് മിസ് പറയട്ടെ. മിസ് അറിയുന്നവര് അറിയുന്നവര് മിണ്ടാതിരിക്ക്. മിസ് ഒന്ന് അറിയാത്തവരും കൂടി പറഞ്ഞു കൊടുക്കട്ടെ. മിസ്സിന്റെ അത് ലോങ് ഹാൻഡ് 5 അതായത് ലോങ് ഹാൻഡ് നമ്പർ 1ന്റെ അടുത്താണ് ഉള്ളത്. ഷോർട്ട് ഹാൻഡ് 6നും 7നും ഇടയ്ക്കാണുള്ളത്. അപ്പൊ നമ്മള് ലോങ് ഹാൻഡ് എന്ന് പറഞ്ഞത് മിനിറ്റ് സൂചിയാണ് അല്ലേ? ഇത് മിനിറ്റ് സൂചിയാണ്. ഇതോ അവർ ഹാൻഡ് അല്ലേ? മണിക്കൂർ സൂചിയാണ് ഈ ചെറുത്. കണ്ടല്ലോ? അപ്പൊ ഇവിടെ ഈ ലോങ് ഹാൻഡ് ഈ മിനിറ്റ് സൂചി ഓരോ സംഖ്യയുടെ അടുത്തെത്തുമ്പോഴും 5, അതായത് 1ന്റെ അടുത്തെത്തുമ്പോ 5, 2ന്റെ അടുത്തെത്തുമ്പോ 10 അല്ലേ? 5 10, 3യുടെ അടുത്തെത്തുമ്പോ 15. അങ്ങനെ 5 കൂട്ടിയിട്ടാണ് ഇവിടെ എത്തുക അല്ലെ? ഇപ്പൊ ഇവിടെ എത്തുമ്പോഴോ 60 ആവും അല്ലെ? 5 10, 2ന്റെ അടുത്ത് എത്തുമ്പോ 10, 3യുടെ അടുത്ത് എത്തുമ്പോ 15. നമ്മൾ അതാണ് കാല് എന്ന് പറഞ്ഞത് അല്ലെ? 1/4,
4ന്റെ അടുക്ക് എത്തുമ്പോ 20. 5ന്റെ അടുക്ക് എത്തുമ്പോ 25. 6ന്റെ അടുക്ക് എത്തുമ്പോ 30 ആവും അല്ലേ? 5 ആഡ് ചെയ്യുമ്പോ 6ന്റെ അടുക്ക് എത്തുമ്പോ 30 മിനിറ്റ്സ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അര അല്ലേ? 1:30, 9:30, 8:30 എന്നെല്ലാം പറഞ്ഞ അല്ലേ? 6ന്റെ അടുക്കാണ് ഈ ലോങ് ഹാൻഡ് എത്തേണ്ടത്. അപ്പോഴെന്താവും? അര 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 അല്ലേ? എത്തുമ്പോ 35, ഇത് 40. ഈ 9 എന്നുള്ള സംഖ്യയുടെ അടുക്ക് എത്തുമ്പോ എത്രയാവും? 45. എത്രയാണ്? അതിനെയാണ് നമ്മള് മുക്കാല് എന്ന് പറഞ്ഞത് അല്ലേ? മുക്കാല്, 1:45 ക്ലാസ് ഉണ്ടെന്ന് പറയും അല്ലെ? 1:45 അല്ലെങ്കിൽ 10:45, 9:45 എന്നെല്ലാം പറയും അല്ലെ? ഇവിടെ 10ന്റെ അടുക്ക് എത്തുമ്പോ 50 ആവും. 11ന്റെ അടുക്ക് എത്തുമ്പോ 55 ആവും. 12ന്റെ അടുക്ക് എത്തുമ്പോ മണിക്കൂറായി അല്ലേ? ഇങ്ങനെയാണ് ടൈം നോക്കി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മിസ് ഇപ്പൊ ദാ വീണ്ടും സൂചികൾ മാറ്റുകയാണ്. ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, എല്ലാവരും റെഡി ആയി നിന്നോ? ഇത് എത്ര ടൈം എന്ന് പറയാൻ പറ്റുമോ? 6 o'clock. 6 o'clock ആണോ? No. 6:30. 6:30. മിസ് വീണ്ടും മിസ് വീണ്ടും സമയം മാറ്റിയാണേ. ദാ നോക്കിക്കോ, ഇപ്പൊ എത്ര ടൈം പറയാൻ പറ്റുമോ? ദാ 7 o'clock. 7 o'clock. 7 o'clock. ഓക്കെ. ഇപ്പോഴോ? ദാ ഇപ്പോഴെത്ര ടൈം? 8 o'clock ആണല്ലേ? 8 o'clock. അതിന് മിസ് ഇതാ കുറച്ച് ലോങ് ഹാൻഡ് കുറച്ച് മാറ്റം വരുത്തി. 8നും 9ന്റെ ഇടയ്ക്കാണുള്ളത്. ഇതാ 3ന്റെ അടുത്തുണ്ട് ലോങ് ഹാൻഡ്. അപ്പൊ എത്രയായി ടൈം? എത്രയായി? 8:50 അല്ലേ? 8:50 എന്ന് പറഞ്ഞാല് 8:15 അല്ലേ? 8:50. ഇനിതാ മിസ് 6ന്റെ അടുക്ക് എത്തി. 6ന്റെ അടുക്ക് അപ്പൊ എത്ര ടൈം ആയി? 8:30. ഇപ്പോഴെത്രയായി? 7ന്റെ അടുക്കാണുള്ളത്. 8:35. ഇതോ 8:40. ഇങ്ങനെയാണ് മക്കളെ സമയം നോക്കണ്ട കേട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്തേ. നിങ്ങളെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന ഒക്കെ മിസ്സിന് കേൾക്കുന്നു. പേരൻസ് സംസാരിക്കുന്നത്. ഷഹബറ മ്യൂട്ട് ചെയ്തേ എല്ലാവരും. മോനെ ഇർഷാദേ, ജികെയുടെ ക്ലാസ്സിൽ ഇർഷാദ് ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി? ഇർഷാദ് ഉണ്ടായിരുന്നോ? ഇർഷാദേ ഇർഷാദേ രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മോനെ? ജികെയുടെ ക്ലാസ്സില് ഉണ്ടായിട്ടില്ല. എന്ത് പറ്റി? അതെ, മൂത്ത കുട്ടിക്ക് ക്ലാസ് ഉണ്ടല്ലോ രാവിലെ, ക്ലാസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലേ? ഓക്കെ. എല്ലാ ദിവസവും കണ്ടിന്യൂ ആണ്. അപ്പൊ മോക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, ഇവണിങ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഒന്നൊരു മെസ്സേജ് വിട്ടാ മതി കേട്ടോ. സെയിം ടൈം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടാ മതി. ആയിക്കോട്ടെ. എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ ഓക്കെ. നെക്സ്റ്റ് അനുഗ്രഹ രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അനുഗ്രഹ വീഡിയോ ഓൺ ചെയ്ത മോളെ. ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? എന്തു പറ്റി? പനിയാണോ? പനിയും ചുമയാണോ? അപ്പൊ സ്കൂൾ അടക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചു പോയി അല്ലേ? അയ്യോടോ,
എനിക്ക് സ്കൂളിൽ പൂട്ടുന്ന പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. അതെയോ? അപ്പൊ സ്കൂൾ അടക്കണ്ടായിരുന്നു. സ്കൂൾ അടച്ചു കഴിയുമ്പോ കുറെ കുട്ടികൾക്ക് കൊറോണ വന്നു, ജലദോഷം പനി വന്നു, വൈറൽ പനി വന്നു അല്ലേ? ഓ ആ സ്കൂള് തുറക്കാനായില്ലേ? തുറക്കാനായോ? ആര് പറഞ്ഞേ തുറക്കുന്നുണ്ടെന്ന്? ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ കണ്ടതെല്ലാം ശരിയല്ലല്ലോ. ഈ ടൈമിൽ എന്തായാലും തുറക്കില്ല കേട്ടോ. നീ ഫേസ്ബുക്ക് നോക്കാറുണ്ടല്ലേടാ ഷഹബറ? ആഹാ ആ ക്ലോക്ക് ഉണ്ടാക്കിയോ? ഓ ഗുഡ് 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 സാവിയോ, സൂപ്പർ, ബെസ്റ്റ്. ഒന്നും കൂടി കാണിച്ചു. എല്ലാവരും കണ്ടോ? സാവിയോ ആക്കിയ ക്ലോക്ക് കണ്ടോ? ഞാൻ ഇന്നലെ വരച്ച് അയച്ചു തന്നില്ലേ? ആ കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആണത്, വലിയ ബുദ്ധിമുട്ടില്ല. ആ സാവിയ ഗുഡ്. നല്ല ക്ലാപ്പ് കൊടുത്തേ സാവിയക്ക്. എന്താടാ പറ. എന്റെ കയ്യില് എനിക്ക് ഇങ്ങനത്തെ ക്ലോക്ക് ഒക്കെ ഉണ്ട്. ആ എല്ലാവരുടെ വീട്ടിലും ക്ലോക്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ക്ലോക്കിന്റെ മോഡൽ ഒരു പേപ്പർ മുറിച്ചിട്ട് കണ്ടു കൊണ്ട് ഏതായാലും മതി. നമുക്ക് ക്ലോക്കിൽ ടൈം കാണണമെന്നല്ലേ ഉള്ളൂ. ക്ലോക്ക് ഏത് മോഡൽ ആയിക്കോട്ടെ, ടൈം കാണാൻ വേണ്ടിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഒരു ക്ലോക്ക് നോട്ട്ബുക്കിൽ വരച്ചു വെക്കണേ. മിസ് അതുപോലെ ഫസ്റ്റ് സെമസ്റ്റർ ഇന്നത്തെ ക്ലാസ്സോടെ തീർക്കാണ്. അതില് എക്സാമ്പിൾ വരുന്നതിന് മോഡൽ ഉള്ളത് പേരൻസിനോട് സംസാരിക്കല്ല മക്കളെ, ശ്രദ്ധിക്കേ. നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെക്ക്. നിങ്ങൾക്ക് എക്സാമിന് വരുന്നതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഗ്രൂപ്പിൽ അയച്ചു തരാം. അപ്പൊ പേരൻസ് ബുദ്ധിമുട്ട് പറയരുത്. കുറെ ഹോംവർക്ക് തരുന്നു ടീച്ചർ എന്ന് പറയരുത്. നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ ചെയ്ത് തീർത്താൽ മതി. എക്സാമിന് വേണ്ടിയിട്ടാണ് അതിൽ ഇമ്പോർട്ടൻസ് വരുന്ന മോഡലുള്ള മൈനസ് പ്ലസ് ചെയ്യേണ്ടത്. അതുപോലെ ക്ലോക്ക് ടൈം എങ്ങനെ എഴുതേണ്ടത്, അതിന്റെ ഒക്കെ എക്സ്ട്രാ വർക്കുകൾ ഞാൻ തരും ഇടക്കിടക്ക്. നിങ്ങൾ ഗ്രൂപ്പ് നോക്കി ചെയ്യണം കേട്ടോ. അപ്പൊ ഇതില് പേജ് നമ്പർ പേജ് നമ്പർ 149 എടുത്തേ. പേജ് നമ്പർ 149. റൈറ്റ് ദ ടൈം ഇൻ 2 ways. രണ്ട് രീതിയിൽ ടൈം പറയാനുള്ള മോഡലാണ് അതവിടെ കൊടുത്തത്. 4 and 15 കണ്ടോ? 4:15. അപ്പൊ അതുപോലെ ബാക്കിയുള്ള ടൈമും നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ മാച്ച് ദി ടൈം വിത്ത് ദ ക്ലോക്ക്സ്, റൈറ്റ് ദ ടൈം ഇൻ വേർഡ്സ്. ഓരോന്നിന്റെയും ആ ക്ലോക്ക് നിങ്ങളെ മക്കളെ ടൈം കിട്ടുമ്പോൾ നോക്കി ചെയ്യാട്ടോ. അതില് ടൈം കണ്ടുപിടിച്ചിട്ട് നല്ല പോലെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അത് മിസ്സിന് എല്ലാ പേജും പറഞ്ഞതിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ പേജ് നമ്പർ 150 അതിൽ ഡ്രോ ദ ഹാൻഡ്സ് ഓൺ ദ ക്ലോക്സ് ടു ഷോ ദ ടൈം. ഹാൻഡ്സ് അതായത് ലോങ് ഹാൻഡ് ഷോർട്ട് ഹാൻഡ് നിങ്ങൾ വരക്കണം. എത്രയാണ് ടൈം നോക്കിയിട്ട് ടൈം നോക്കുക. മണിക്കൂർ സൂചി ചെറുതാണെന്ന് ഓർമ്മിക്കുക. ഷോർട്ട് ഹാൻഡ് ആണ് അവർ ഹാൻഡ്, മണിക്കൂർ സൂചി. ലോങ് ഹാൻഡ് ആണ് മിനിറ്റ് സൂചി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള 2 സൂചികള് ഓരോ ക്ലോക്കിനും വരച്ചു വെക്കേണ്ടതാണ് പേജ് നമ്പർ 150. മനസ്സിലായോ? ഇനി അതിന് തൊട്ട് താഴെ എ വീക്ക് ഹാസ് 7 days. കണ്ടോ? ഒരു വീക്കില്, ഒരാഴ്ചയില്. ഓക്കെ അദീന, കണ്ടു. ഒരു ആഴ്ചയില് 7 ദിവസങ്ങൾ ഉണ്ട് നമ്മളൊക്കെ അറിയാം അല്ലെ? ഒരാഴ്ചയിൽ നമ്മൾക്ക് എത്ര ദിവസങ്ങളുണ്ട്? 7 ആണ് മിസ്സിനുള്ളത്. നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ട് ഒരാഴ്ചയില്? 1 വീക്ക് എത്ര ഡേയ്സാ? 7 ആണ്. ആർക്കെങ്കിലും 8 ഉണ്ടോ? കീർത്തി എന്താണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്? കീർത്തി GK ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലല്ലോ. 8:30 ക്ലാസ്.
എന്തു പറ്റി? What happened? GK class on morning 8:30. What happened? Unmute ചെയ്ത് പറ മോളെ. ഓക്കെ, മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ 7 ഡേയ്സിന്റെ പേര് എവിടെയുണ്ട്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. കണ്ടോ നിങ്ങള്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ടൈം കിട്ടുമ്പോ ആ ഡേയ്സിൽ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ആഴ്ചകളുടെ പേര് നമ്മൾ എപ്പോഴും ബൈ ഹാർട്ട് ആക്കണം, സ്പെല്ലിംഗ് തെറ്റാതെ. എനിക്ക് 1-ാം ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഇല്ല അല്ലേ? ഏഞ്ചലിന് ഇല്ല. ഓക്കെ മോള്, പ്രശ്നമില്ല. ഞാൻ എന്തെങ്കിലും വർക്ക് തരുന്ന നിങ്ങൾ നോട്ട്ബുക്ക് ചെയ്താൽ മതി. മിസ് ഗ്രൂപ്പിലിടും നോട്ട്ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, fill in the blanks. Days of the week. കണ്ടോ നിങ്ങൾ എല്ലാവരും? Days of the week. Names of the week. Days. Days of the week. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. കണ്ടോ നിങ്ങള് ആ ബോക്സില്? ബോക്സിൽ കണ്ടോ? മുഹമ്മദ് മുംതാസിൻ രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് ആബിസ് ആയിരുന്നു ഇല്ലാതിരുന്നത്. ഓക്കെ, അപ്പൊ അതില് മൺഡേ MONDAY. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 150. കാണാണ്ട് പറയാ. നീ ഇപ്പൊ പറയണ്ട, നീ തിരക്കു പിടിച്ചെല്ലാം പറഞ്ഞിട്ട് വിഡിത്ത പറയാ. അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. Fill in the blanks. The 6th and 7th days of the week are dash and days. 6-ാമതും 7-ാമത്തെയും ഡേയ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? നമ്പർ 6 സാറ്റർഡേ സൺഡേ. സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെയാണോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര്, അതായത് ടെക്സ്റ്റ് ബുക്ക് ചെയ്യേണ്ട വർക്ക് ഞാൻ ഇപ്പൊ തന്നെ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കും. ഏഞ്ചൽ ബെന്നി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക കേട്ടോ. സാറ്റർഡേ ആൻഡ് സൺഡേ. സിക്സ്ത് ആൻഡ് സെവൻത് ഡേയ്സ് അല്ലേ? The third day of the week is. Third day ഏതാണ് പറയാമോ? Wednesday ആണല്ലേ? The third day of the week is Wednesday. A week begins with. ഒരാഴ്ച ആരംഭിക്കുന്നത് ഏത് ഡേ ആണ്? Number 1 Monday. Monday MONDAY. ആ ഡേഷിലിട്ടതൊക്കെ എഴുതണം കേട്ടോ. മൺഡേ അവിടെ ഫില്ല് ചെയ്യണം. The day that ലാസ്റ്റ് ദിവസം The third day of the week is
തേർഡ് എന്ന് പറയുമ്പോ മൂന്നാമത്തേലടാ. സെക്കൻഡ് അല്ലേ ട്യൂസ്ഡേ. മക്കളെ സൺഡേ ഒരു മിനിറ്റ് മിസ് പറയട്ടെ, ഒന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോ. നമ്മൾ മുമ്പൊക്കെ പഠിച്ച ഓർഡർ എങ്ങനെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആണ്. ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. മൺഡേ ആണ് ഫസ്റ്റ് ഡേ, മൺഡേ. സെക്കൻഡ് ഡേ ട്യൂസ്ഡേ ആണ്. കണ്ടോ നിങ്ങൾ ആ ബോക്സിൽ കൊടുത്തത്? ഇപ്പോഴങ്ങനെയാണ് പറയുക കേട്ടോ. തേർഡ് ഡേ വെനസ്ഡേ, ഫോർത്ത് ഡേ തേഴ്സ്ഡേ, ഫിഫ്ത് ഡേ ഫ്രൈഡേ, സിക്സ്ത് ഡേ സാറ്റർഡേ, സെവൻത് ഡേ സൺഡേ. ആരാണ് കരയുന്നു? പേരൻസ് തല്ലി കൊല്ലുന്നുണ്ട് എന്റെ മക്കളെ. ആരാ കരയുന്നേ? ഷഹബറയിനൊക്കെ എഴുന്നേറ്റ് ഓടുന്നുണ്ട്. മക്കളെല്ലാരും പേരൻസ് നല്ലപോലെ ദ്രോഹിക്കുന്നുണ്ടല്ലേ? മിസ് വരണം അങ്ങോട്ട്. നല്ല മക്കളായിരുന്നു അവരുണ്ടായിരുന്നത്. നിങ്ങളുടെ എത്തുമ്പോഴേക്ക് സ്വഭാവങ്ങളൊക്കെ മാറി അല്ലേ? നിങ്ങളെ ഒരു 5 മിനിറ്റ് പേരൻസ് പഠിപ്പിക്കാൻ നിന്നാല് മക്കളുടെ കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല അല്ലേ? തല്ലും നുള്ളും എല്ലാം ചെയ്യുന്നല്ലേ? ക്ഷമയില്ല അവർക്ക് ടീച്ചേഴ്സിനെ പോലെ. എന്നിട്ട് നിങ്ങൾ പറയണേ, പേരൻസിനോട് പറയണം ടീച്ചേഴ്സ് ക്ഷമയോടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയണം കേട്ടോ അമ്മയോടും അച്ഛനോടും. ആരും തല്ലു വാങ്ങല്ല കേട്ടോ. അവര് പറഞ്ഞതെല്ലാം അനുസരിക്കണേ. എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യുന്നതിനിടയിലാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പ്രഷർ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതേപോലെ സഹകരിച്ച് പോയിക്കോ. തല്ലു വാങ്ങാതെ പോകണം കേട്ടോ. എല്ലാം റെഡി അല്ലേ? നല്ല മക്കളായിട്ടിരിക്കില്ലേ? ഹോംവർക്ക് എല്ലാം വേഗം ചെയ്ത് തീർത്താ മതിയേ, എന്നാൽ അവർ തല്ലില്ല. ഓക്കെ അല്ലേ? A week begins with, നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒരാഴ്ച ആരംഭിക്കുന്നത് ഏത് ഡേ ആണ്? മൺഡേ. A week begins with Monday. The day that comes after the fourth day of the week is, നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ദിവസം ഏതാണ്? അഞ്ചാമത്തേതായിരിക്കും. അപ്പൊ അഞ്ചാമത്തെ ഡേ ഏതാണ്? ഫ്രൈഡേ ആണല്ലേ? വെള്ളിയാഴ്ച, ഫ്രൈഡേ. The day that comes before the third day of the week is, ആഴ്ചയില് മൂന്നാം ദിവസത്തിന് തൊട്ട് മുന്നേ, തേർഡ് ഡേക്ക് മുന്നേ വരുന്ന ദിവസം ഏതാണ്? ട്യൂസ്ഡേ. അത് കഴിഞ്ഞിട്ട് സൺഡേ. ടുഡേ ഈസ് ദ ഡേ. ടുഡേ ഏത് ദിവസം? ഇന്ന്. ടുഡേ ഇന്നത്തെ ദിവസം ഏതാ? അയ്യോ, ഇന്നത്തെ ദിവസം എന്താ? സജിത മിസ്സിന് ഫ്രൈഡേ ആണ്. നിങ്ങൾക്കോ? നിങ്ങളെ ഇപ്പൊ നിങ്ങളെ പേരൻസ് ഫ്രൈ ആക്കട്ടെ അവിടുന്ന്. ഡേറ്റ് ദിവസം മാറിയിട്ട് പറഞ്ഞോണ്ട്. ഫ്രൈഡേ ആണ് ഇന്ന് കേട്ടോ. Friday. Today is the Friday day of the week. Friday is a Saturday. Friday is a Saturday ആണ്. Okay. ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പ്രവർത്തനം ഉണ്ട്. എന്താണെന്നറിയോ? എന്തടാ അഫ്രാസ് മൂക്കിന്റെ ഉള്ളില് പെൻസിൽ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് അല്ലേ? പെൻസിൽ അമ്പട കള്ള, നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആക്കട്ടെയായിരുന്നു. പെൻസിലിന് നീളമുള്ളതുകൊണ്ട് ഭാഗ്യം. നിങ്ങളിങ്ങനെ അനാവശ്യ പണികളൊന്നും ചെയ്യല്ലേ. പെൻസിലും റബ്ബറും ഒന്നും മൂക്കിനുള്ളൊന്നും കിട്ടക്കല്ലേ. അത് നിങ്ങൾക്ക് എഴുതാനാണ്, മായ്ക്കാനാണ് റബ്ബർ. മൂക്കിനുള്ളിലേക്ക് ഇട്ടിട്ട് അത് എത്രത്തോളം നീളമുണ്ടെന്ന് നോക്കിക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി പ്രവർത്തനം എന്താണെന്നറിയോ? ഒരു പേപ്പറിൽ ഒരു A4 ഷീറ്റ് പേപ്പറോ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിൽ മൺഡേ മുതൽ സൺഡേ വരെ ദിവസങ്ങൾ എഴുതി വെക്കുക.
എന്നിട്ട് ഒരാഴ്ചത്തെ പ്രവർത്തനം. അതിൽ മൺഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക്, അതായത് മൺഡേ എന്ത് ഫുഡാണ് നിങ്ങൾ കഴിച്ചെന്ന് മൺഡേക്ക് നേരെ എഴുതണം. ട്യൂസ്ഡേക്ക് അതിന് നേരെ എന്താണ് കഴിച്ചത് അത്. കേട്ടോ? എല്ലാരും മ്യൂട്ട് ചെയ്തേ, മിസ് പറയട്ടെ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ? കഴിക്കുന്നവരുണ്ട്, തീരെ ഒന്നും വേണ്ട എന്ന രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ കഴിക്കുന്നവർ എല്ലാത്തിന്റെ പേര് എഴുതണ്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ പേര് എഴുതിയാൽ മതി. മൺഡേ കഴിച്ചത് ദോശയാണെങ്കിൽ ദോശ, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, മൺഡേ എഴുതുക ഇഡ്ഡലി. കേട്ടോ? അങ്ങനെ എഴുതി വെക്കണേ ഒന്ന് സമയം കിട്ടുമ്പോ. ഓക്കെ, അപ്പൊ ഇന്ന് ടൈം പഠിച്ചു നിങ്ങളല്ലേ? മിസ് ഒന്നും കൂടി ക്ലോക്ക് കാണിക്കുകയാണ്, ടൈം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദാ മിസ് ടൈം ചോദിക്കാൻ പോവാണ്. ആരാന്ന് പറയേണ്ടതെന്ന് മിസ് പറയാം. മിസ് പറഞ്ഞു ചോദിച്ചില്ലല്ലോ. 9 o'clock ആയില്ലല്ലോ. മിസ് പറയേണ്ട ആളെ പേര് പറഞ്ഞുതരാ. Can you see the clock? എടാ നിങ്ങളോട് ഉത്തരം പറയാൻ പറഞ്ഞടാ. നിങ്ങൾ എന്തിനാ ഈ ചോദിക്കുന്നതിന് മുന്നേ ആൻസർ പറയുന്നേ? വിളിച്ചോന്നേ. നിങ്ങൾ മ്യൂട്ട് ചെയ്തേ, മിസ് ഓരോരോടായി ചോദിക്കും. മിസ് ഇനി ക്ലോക്കും കൊണ്ട് വരില്ല. ഇത് 7 o'clock ആന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കും ഓരോരുടെ, ആരും മിണ്ടരുത്. ചോദിക്കുന്നവര് പറഞ്ഞാ മതി. റിച്ചാർഡ് പറഞ്ഞേ. ഇപ്പൊ 6 o'clock. വെരി ഗുഡ്. ജോവിൻ ഇപ്പൊ ടൈം എത്രയാന്ന് പറഞ്ഞുതരണേ. ജോവിൻ ജോമോൻ, ജോവിൻ ജോമോൻ. എടാ ജോവിൻ, 5:45. കാണുന്നില്ലടാ. ആയില്ല ഡാനിയലേ. ജോവിൻ പറയട്ടെ. 6 ആണോ മോനെ? 5 ആണോ? 6 അല്ലേ? എത്രയാ? 5:45 ആണോ 6:45 ആണോ? നിങ്ങൾ ഉറപ്പിക്ക്. ഞാൻ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കും. നിങ്ങൾ ഞാനൊക്കെ ഉത്തരം കറക്റ്റ് കിട്ടും. 5:45 ആണോ 6:45 ആണോ? 5:45 ആണ്. ഡൗട്ട് വരണ്ട. 5:45 ആണ് കേട്ടോ. മിസ്സിന് അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അന്നേരം സംശയം വരരുത്. ഓക്കെ, നെക്സ്റ്റ് ഐഫൂനെ പറയണേ. അല്ല, ഞാനല്ല, ഐഫൂന. ഐഫൂന 5 o'clock. വെരി ഗുഡ്. നെക്സ്റ്റ് ഡാനിയലേ. ഡാനിയലിന് സമയം തരാ. എന്താ ഈ മിസ് കാണിക്കുന്ന ക്ലോക്കിൽ എത്രയാ ഇപ്പൊ ടൈം ഒന്ന് പറഞ്ഞേ. 5:0 മിനിറ്റ് സൂചി എത്ര എടുക്കെത്തി? 5:30. ഓക്കെ ഓക്കെ, അതായത് 5:30 മണി അല്ലേ? 5:30. അഫ്രാസ് പറയണേ. അഫ്രാസ് പറയാൻ റെഡി അല്ലേ? പറഞ്ഞോ. 4 o'clock അല്ലേ? വെരി ഗുഡ്.
അദീന പറഞ്ഞ മോളെ എത്ര ടൈം? 6 o'clock. അയ്യോ അല്ല 3 o'clock. അല്ല പറഞ്ഞേ. 4 o'clock. 4 and 6. 4 6. 4 6 എന്നോ? 6ന്റെ ഇടയ്ക്കാണ് മിനിറ്റ് സൂചിയെങ്കിൽ എത്രയാ മിനിറ്റ് വരുക? മനസ്സിലായില്ലേ? മിനിറ്റ് സൂചി 1 എടുക്കുകയാണെങ്കിൽ 5, 2 എടുക്കുകയാണെങ്കിൽ 10, 3 എടുക്കുകയാണെങ്കിൽ 15, 4 എടുക്കുമ്പോൾ 20, 5 എടുക്കുമ്പോൾ 25, 6 എത്തുമ്പോൾ എത്രയോ 30. അപ്പൊ എത്ര ടൈം? 4 and 30 അല്ലേ? സംശയമുണ്ടോ? മിസ്സിന്റെ ക്ലോക്ക് കണ്ടില്ലേ? ഇനി മിസ് ക്ലോക്കും കൊണ്ട് വരില്ല കേട്ടോ. മിസ് 3:30. ഓക്കെ സോറി 3:30. മിസ്സിന് നിങ്ങളെ ഇതിലേക്ക് നോക്കുമ്പോ, നിങ്ങളെ സ്ക്രീനിലേക്ക് നോക്കുമ്പോ മിസ്സിന് സമയം മാറുന്നുണ്ടല്ലോ. മിസ് തിരിച്ചു പിടിക്കലേന്നേ. അപ്പൊ നോക്കുക, മിസ് ഇനി ക്ലോക്ക് കൊണ്ടുവരില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ക്ലോക്ക്, പഴയ ക്ലോക്ക് ഉണ്ടെങ്കിൽ, ഇനി പുതിയ ക്ലോക്ക് ഒന്നും എടുത്തിട്ട് പൊളിക്കാൻ നിൽക്കരുത്. പഴയ ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ സമയം ചേഞ്ച് ചെയ്ത് പറയാൻ പഠിക്കണം കേട്ടോ. പഠിക്കില്ലേ? മിസ് ഇനി ക്ലോക്കും കൊണ്ട് വരില്ല കേട്ടോ. എല്ലാരും ക്ലോക്കിന്റെ ടൈം ഏകദേശം മനസ്സിലാക്കിയില്ല എങ്ങനെയാന്ന്? ഓക്കെ ആണോ? ഇനി മിസ് ഒരു അടുത്ത കാര്യം പ്രസന്റ് പറയണം. നിങ്ങള് മിസ് പേര് വിളിക്കാം. നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എങ്കിലും ഒന്നുകൂടി മിസ് ഇപ്പൊ ചോദിക്കുകയാണ്. ആരവുണ്ടോ ക്ലാസ്സിലെ? ആരവ് പി വിനോദ്? വേഗം പറയണേ. പ്രസന്റ്. ഏബൽ മാത്യു. ആദിത്യ. ഓക്കെ. അഫ്ര സ്പീക്കേ. അലൻ ജോസഫ്. അജുൽ ദേവ് ഇല്ലല്ലോ. അമൻ മാധവ്. ഇല്ലല്ലോ. അമൃത. അമൃത. അനാമിക പി രാജ്. അനാമിക പി രാജ്. അനുഗ്രഹ ബ്രിജിത്ത്. അനിരുദ്ധ ടി വി. നിങ്ങൾ മിണ്ടല്ലേ, ബാക്കിയുള്ളവർ മിണ്ടരുത്. അനിരുദ്ധ ടി വി പറഞ്ഞു. അൻവിത കെ. എവിടെയോ കണ്ടല്ലോ അൻവിതനെ. പോയോ? അശ്വിനി ആർ. അദീന സുനിൽകുമാർ. ഓക്കെ. അയാൻ വിജേഷ്. ആയുഷ് വി വി. ബിയോണ. ബിയോണക്ക് പനി പിടിച്ചിട്ടായിരിക്കും. ഡാനിയൽ ജോർജ്. ഓക്കെ. ദീക്ഷിത് ഇല്ലല്ലോ. ദേവാങ്ക് കെ. ഓക്കെ. ദേവർഷ. ഫാത്തിമ കെ എം ആബ്സെന്റ്. ഫാത്തിമത്ത് ജുമാന ആബ്സെന്റ് ആണല്ലോ അല്ലേ? ഐഫൂന. ഹാദിയ. ഇർഷാദ്. ഹാദിയ ആബ്സെന്റ് അല്ലേ? ഇർഷാദ് പറഞ്ഞോളൂ. ഇഷിക രാജ് ആബ്സെന്റ് അല്ലേ? ഇഷിക രാജ് ഉണ്ടോ? എവിടെ ഒന്ന് കാണിച്ചേ മിസ്സിനെ. ഓക്കെ കണ്ടു. രാവിലെ ഉണ്ടായിരുന്നില്ലല്ലോ മോളെ ഇഷിക?
എന്തു പറ്റി? അത് ക്ലാസ് കണക്ട് ആവുന്നുണ്ടായിട്ട് കൊറേ ശ്രമിച്ചു നോക്കി. നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ജിയ റോസ് പ്രസന്റ് മിസ്. ഓക്കെ. ജോയൽ ജോമോൻ ജോവിൻ രണ്ടുപേരുണ്ടല്ലോ. കീർത്തി എം കീർത്തി ഉണ്ടായിരുന്നല്ലോ, പോയോ? മുഹമ്മദ് ആബിസ്, മുഹമ്മദ് ഹാദി ഹൈദർ, പ്രസന്റ്. ആബ്സെന്റ് മിസ്. മുഹമ്മദ് ഹാദി ഹൈദർ രാവിലെ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? മധുസുന്ദരി. ഓക്കെ. മുഹമ്മദ് മുംതാസിം ആബ്സെന്റ്. ഒന്നുമില്ല, ആബ്സെന്റ് ഒന്നല്ല, ഉണ്ട്, മിണ്ടരുതേ. മുംതാസിം പ്രസന്റ് ആണ്. മുഹമ്മദ് ബാക്കിയുള്ളൊരു മ്യൂട്ട് ചെയ്ത് വെച്ചേ, ഇപ്പൊ ക്ലാസ് കട്ടാവും. മുഹമ്മദ് റയാൻ പേര് വിളിക്കാത്തത് ഞാൻ പ്രസന്റ് ചെയ്യും. നൈല ഷാക്കിർ, നൈല. നാസ